ശശി തരൂർ അതിന് ആപ്റ്റായ കക്ഷിയാണ്. പോസ്റ്റിന് പറ്റിയ ആളാണ്. കാര്യം ഇന്ത്യൻ പ്രസിഡൻ്റൊക്കെ ആവാൻ യോഗ്യതയുള്ള ആളാണ്. അങ്ങനെ ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ആയിരുന്നു. പിന്നെ അവിടെ സെക്രട്ടറി ജനറൽ ആവാൻ മത്സരിച്ച് തോറ്റ ആളാണ്. അപ്പോൾ ഈസ് കേപ്പബിൾ, അങ്ങനെ കഴിവുള്ള ആളാണ്. പിന്നെ 4 പ്രാവശ്യം പാർലമെൻറ്റേറിയനായിരുന്നു. ഇപ്പോഴും MP ആണ്. അപ്പോൾ അതിനുള്ള കഴിവുള്ള മനുഷ്യനാണ്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം BJP എപ്പോഴും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള പാർട്ടിയാണ്. വാജ്പേയി ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ RSS സംഘി ചാണകം എന്നൊക്കെ പറഞ്ഞ ആളുകൾ കളിയാക്കും, അത് വേറെ വിഷയം. പക്ഷേ എങ്കിലും പിന്നെ വളരെ കൃത്യമായി RSSൻ്റെയും കൂടി സഹായത്തോടുകൂടി അല്ലെങ്കിൽ നിർദ്ദേശത്തോടുകൂടിയാണ് APJ അബ്ദുൽ കലാം സാറിനെ പ്രസിഡൻ്റാക്കുന്നത്. അതുപോലെ മുർമുവിനെ പ്രസിഡൻ്റാക്കി, ഗോവിന്ദനെ പ്രസിഡൻ്റാക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആപ്പാടെ BJP കിട്ടിയത് 3 പ്രാവശ്യമാണ്. ഈ 3 പ്രാവശ്യം ആരെയാക്കി? അതേസമയം ഇപ്പം കോൺഗ്രസ് എടുത്തു കഴിഞ്ഞാൽ ഒരു KR നാരായണൻ ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ആരും, പിന്നെ KR നാരായണൻ നെഹ്റുവിൻ്റെ കാലത്തൊക്കെ പോയി പഠിച്ച അത് വേറൊരു ആളാണ്. ലണ്ടനിലൊക്കെ പോയി സ്കൂൾ ഓഫ് എക്കണോമിക്സിലൊക്കെ പോയി പഠിച്ച ആളാണ്. കോൺഗ്രസ് ഒന്നും പോലും ചെയ്തിട്ടില്ല. അപ്പം 3 പ്രാവശ്യം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ അബ്ദുള്ള കുട്ടിയെ നാഷണൽ എക്സിക്യൂട്ടീവിൻ്റെ വൈസ് പ്രസിഡൻ്റാക്കി, അൽഫോൺസ് കണ്ണന്താനത്തിനെ മന്ത്രിയാക്കി, ഇപ്പോൾ അനൂപ് ആൻ്റണിയെ കേരളത്തിൽ ജനറൽ സെക്രട്ടറി ആക്കി. അപ്പം അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ. അപ്പം ശശി തരൂർ അനർഹനാണ്. ഇപ്പം മോഡിയോടൊരു ഭക്തിയുണ്ട്, രാഷ്ട്രത്തോടൊരു സേവനമുണ്ട്. ഞാൻ പറയുന്നത് അദ്ദേഹം ഈ കോൺഗ്രസ്സിനകത്ത് നിന്നും ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുന്നതിനേക്കാൾ നല്ലത് പോയി എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്യട്ടെ. അദ്ദേഹത്തിന് പറ്റുന്ന കാര്യങ്ങൾ പ്രസിഡൻ്റായിരുന്നിട്ട് വൈസ് പ്രസിഡൻ്റായിട്ട് ചെയ്യട്ടെ.